പ്രഭാതം പുലരുമ്പോൾ നമ്മെ വിളിച്ചുണർത്തുന്ന അലാം ക്ലോക്കിൻ്റെ മണിനാദം മുതൽ ജോലിയിൽ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന ഇൻസ്റ്റഗ്രാം നോട്ടിഫിക്കേഷൻസ്, സന്ധ്യാസമയത്ത് ചിലയ്ക്കുന്ന നിശാപക്ഷികളുടെ ശബ്ദം, അങ്ങനെ എണ്ണിയാൽ തീരാത്ത ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു അത്ഭുത ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ശ്രുതിനാദങ്ങൾ വിളയാടുന്ന അത്യാശ്ചര്യമായ ഈ പ്രപഞ്ചത്തിലേക്കുള്ള കവാടത്തിൻ്റെ താക്കോൽ നമ്മുടെ ശരീരത്തിൻ്റെ വളരെ നിസ്സാരമെന്ന് കരുതുന്ന നമ്മുടെ കാതുകളാണ് കൈവശമാക്കിയിരിക്കുന്നത്. ആ വാതിലടച്ച് നിറമില്ലാത്ത ലോകമായി മാറ്റാൻ കഴിവുള്ള ശക്തമായൊരു ശത്രുവാണ് കേൾവിക്കുറവ്. ഓരോ നിമിഷവും ആഘോഷമായി മാറ്റുന്ന സമൂഹത്തിൽ വാലന്റൈൻസ് ഡേ, മദേഴ്സ് ഡേ എന്നിങ്ങനെ നീളുന്ന ആഘോഷങ്ങൾ നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ ഏറെ പ്രസക്തമായ ഒരു ദിവസത്തേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ അല്പനേരത്തേക്ക് തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് മാർച്ച് 3-ാം തീയതി വേൾഡ് ഹിയറിംഗ് ഡേ അഥവാ ലോക ശ്രവണ ദിനമാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ മൂലവും പ്രത്യേകിച്ച് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ മാറിയ നമ്മുടെ ജീവിത ശൈലികൾ കാരണവും കേൾവിക്കുറവ് എന്ന ഈ വില്ലൻ ലോകമെമ്പാടും ആധിപത്യം സ്ഥാപിക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളും ജോലികളും നിരന്തരമുള്ള ഇയർഫോൺ, ഹെഡ്ഫോൺ ഉപയോഗവും ഇന്ന് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗമായി കഴിഞ്ഞുവെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നുഴഞ്ഞു കയറി കുട്ടികളുടെ വളർച്ചയെ ബാധിക്കുന്നത് തൊട്ട് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിയാക്കി മാറ്റാൻ ശക്തിയുള്ള അദൃശ്യമായ വൈകല്യമാണ് കേൾവിക്കുറവ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോക ജനസംഖ്യയുടെ 5% ആളുകളാണ് ജീവിതത്തെ പരിമിതപ്പെടുത്തുന്ന തരത്തിലുള്ള കേൾവിക്കുറവ് അനുഭവിക്കുന്നത്. ഇന്ത്യയിൽ 63 ദശലക്ഷം ആളുകളാണ് കാര്യമായ ശ്രവണ നഷ്ടം അനുഭവിക്കുന്നത്. ശ്രവണ വൈകല്യത്തോട് ജനിക്കുന്നത് 1 ലക്ഷത്തിലേറെ കുഞ്ഞുങ്ങളും. നിലവിലെ നമ്മുടെ അനാരോഗ്യകരമായ ജീവിത ശൈലികൾ തുടർന്നാൽ 2050 ആകുമ്പോഴേക്കും 700 ദശലക്ഷത്തിലധികം ആളുകൾക്ക്, അല്ലെങ്കിൽ ഓരോ 10-ൽ ഒരാൾക്കും കേൾവിക്കുറവുണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ കണക്കുകൾ ആശങ്ക സൃഷ്ടിക്കുന്നവയാണെങ്കിലും വികസിക്കുന്ന നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കേൾവിക്കുറവ് ഏറ്റവും നേരത്തെ തിരിച്ചറിയാനും ചികിത്സിക്കാൻ സാധിക്കുന്നതുമായ ഒരു വൈകല്യമാണ് എന്നത് ഏറെ സന്തോഷമുളവാക്കുന്നതാണ്. ഇത് സാധിക്കണമെങ്കിൽ നാം എങ്ങനെ കേൾക്കുന്നു, കേൾവിക്കുറവ് എങ്ങനെ സംഭവിക്കുന്നു, ഇതിനുള്ള ചികിത്സാ രീതിയും പരിചരണവും ഏത് തരത്തിലാണ്, കേൾവിയെ എങ്ങനെ സംരക്ഷിക്കാനാകും എന്നതിനെ പറ്റിയൊക്കെ നാം ബോധവാന്മാരായിരിക്കണം എന്നത് അനിവാര്യമാണ്. ഞൊടിയിടയിൽ ലക്ഷക്കണക്കിന് ശബ്ദങ്ങളെ വ്യക്തതയോടെ നമ്മെ കേൾക്കാൻ സഹായിക്കുന്ന നമ്മുടെ കാതുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നാം ചെവി എന്ന് വിശേഷിപ്പിക്കുന്ന പുറമേ കാണുന്ന പിന്ന എന്ന ഈ ഭാഗം നമ്മുടെ ഓഡിറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ കണ്ണി മാത്രമാണ്. പുറമേ കാണുന്ന പിന്നയും ഇയർ കനാലും ചേർന്ന് രൂപം കൊള്ളുന്ന പുറം ചെവി അഥവാ ഔട്ടർ ഇയർ, മധ്യ ചെവി അല്ലെങ്കിൽ മിഡിൽ ഇയർ, ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന അകത്തെ ചെവി അല്ലെങ്കിൽ ഇന്നർ ഇയർ എന്നിങ്ങനെ 3 പ്രധാന ഭാഗങ്ങളാണ് നമ്മുടെ ചെവിക്കുള്ളത്. ഏതൊരു ശബ്ദവും സൗണ്ട് വേവ്സ് അഥവാ ശബ്ദ തരംഗങ്ങളായി ചെവിയിലേക്ക് എത്തുമ്പോൾ പുറം ചെവിയുടെ ഭാഗമായ പിന്ന അവയെ പിടിച്ചെടുത്ത് ഇയർ കനാൽ വഴി സഞ്ചരിച്ച് ഇയർ ഡ്രമ്മിലേക്ക് എത്തുമ്പോൾ ഇയർ ഡ്രമ്മിനോട് ഘടിപ്പിച്ചിരിക്കുന്ന 3 ഓഡിറ്ററി ഓസിക്കിൾസ് അല്ലെങ്കിൽ 3 ചെറിയ അസ്ഥികൾ ചലിക്കും. കാതുകൾ പിടിച്ചെടുക്കുന്ന ശബ്ദ തരംഗങ്ങളെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആക്കി മാറ്റുന്നത് അകത്തെ ചെവിയിലെ കോക്ലിയ എന്ന പ്രധാനപ്പെട്ട ഭാഗമാണ്. മധ്യ ചെവിയിലെ 3 ചെറിയ അസ്ഥികളുടെ ചലനം മൂലം അവയുമായി ബന്ധപ്പെട്ട കോക്ലിയർ ഫ്ലൂയിഡിൽ ഓളങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഓഡിറ്ററി സിസ്റ്റത്തിൻ്റെ സെൻസറി സെല്ലുകളായ ഹെയർ സെല്ലുകൾ പ്രവർത്തനം ആരംഭിക്കും. ഇവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഓഡിറ്ററി നെർവ് വഴി ഇലക്ട്രിക്കൽ ഇമ്പൾസസ് നമ്മുടെ തലച്ചോറിലെത്തുമ്പോൾ നമുക്ക് ശബ്ദങ്ങൾ കേൾക്കാനും അതോടൊപ്പം കേട്ടത് എന്താണ് എന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഞാൻ ഈ പ്രക്രിയ ഇപ്പോൾ വിവരിക്കുമ്പോൾ ഏകദേശം 1 മിനിറ്റ് സമയമെടുത്തിട്ടുണ്ടാവും. എന്നാൽ സങ്കീർണമായി തോന്നുന്ന ഈ പ്രക്രിയ നടക്കുന്നത് നാം കണ്ണടച്ചു തുറക്കുന്നതിനേക്കാൾ വേഗത്തിലാണ്. കേൾക്കാൻ സഹായിക്കുക എന്നതിലുപരി ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നത് അകത്തെ ചെവിയിൽ കാണപ്പെടുന്ന യൂട്രിക്കൽ, സാക്യൂൾ, സെമി സർക്കുലർ കനാൽസ് എന്നിവ കൂടിച്ചേരുന്ന വെസ്റ്റിബുലാർ സിസ്റ്റമാണ്.
ചെവിയുടെ ഘടനയോ പ്രവർത്തനങ്ങൾക്കോ തകരാറുകൾ സംഭവിച്ചാൽ കേൾവിക്കുറവുണ്ടാകാം. പുറം ചെവിയിലോ മധ്യചെവിയിലോ ആണ് തകരാറുകൾ സംഭവിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന കേൾവിക്കുറവിന് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്നും, അകത്തെ ചെവിയാണ് ബാധിക്കുന്നതെങ്കിൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്നും വിശേഷിപ്പിക്കും. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് പലപ്പോഴും മരുന്നുകൾ കൊണ്ടും ശസ്ത്രക്രിയ വഴിയും ചികിത്സിക്കാനാകുമ്പോൾ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിന് ഹിയറിംഗ് എയ്ഡുകളും കോക്ലിയർ ഇംപ്ലാന്റുകളുമാണ് പ്രതിവിധി. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കേൾവിക്കുറവിന് കാരണമാകുന്നത് അമിതമായ ഇയർഫോൺ, ഹെഡ്ഫോൺ ഉപയോഗമാണ്. ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾ, കേൾവി സംരക്ഷണമില്ലാതെ ജോലിയിൽ ഏർപ്പെടുന്നത്, ഇവയിൽ കൂടി എല്ലാം ഉണ്ടാകുന്ന നോയ്സ് എക്സ്പോഷർ മൂലം ഉണ്ടാകുന്ന കേൾവിക്കുറവിന് നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ദീർഘനേരമുള്ള ഹെഡ്ഫോൺ, ഇയർഫോൺ ഉപയോഗം എങ്ങനെയാണ് കേൾവിക്കുറവിന് കാരണമാകുന്നതെന്ന് വളരെ എളുപ്പത്തിൽ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം. മണിക്കൂറുകളോളം ഇടവേളയില്ലാതെ വ്യായാമം ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ആദ്യ അരമണിക്കൂറിൽ നമ്മൾ വളരെ ഊർജ്ജസ്വലരായിരിക്കും. സമയം കടന്നു പോകുന്തോറും ആ ഊർജം പതിയെ നഷ്ടപ്പെടും, ശരീരം തളർന്നു തുടങ്ങും. എന്നാൽ നമ്മുടെ 1 മണിക്കൂർ നീളുന്ന വ്യായാമത്തിനിടയിൽ ഓരോ 10 മിനിറ്റും അല്പം ഇടവേളയെടുത്ത് നാം വ്യായാമം ചെയ്താൽ ഊർജ്ജസ്വലത നമുക്ക് നിലനിർത്താനാവും. ഇത് തന്നെയാണ് അമിതമായ ഇയർഫോൺ ഉപയോഗം മൂലം സംഭവിക്കുന്നത്. ഇന്നർ ഇയറിന്റെ ഭാഗമായ കോക്ലിയയിലെ ഹെയർ സെല്ലുകൾക്ക് തുടർച്ചയായി പ്രവർത്തിക്കാനാവില്ല. അവയുടെ റിഫ്രാക്ടറി പീരീഡ് എന്ന് വിശേഷിപ്പിക്കുന്ന വിശ്രമവേള 0.1 മില്ലി സെക്കൻഡ് നേരമാണ്. തുടർച്ചയായ ഹെഡ്ഫോണുകളുടെ ഉപയോഗം മൂലം ഹെയർ സെല്ലുകളുടെ പ്രവർത്തനത്തിന് തകരാർ സംഭവിക്കുകയും കേൾവിക്കുറവിന് കാരണമാകുകയും ചെയ്യും. ചെവിയും തലച്ചോറും ചേർന്നുള്ള ഒരു ഏകോപിതമായ പ്രവർത്തനമാണ് നാം കേൾക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രക്രിയയ്ക്ക് തകരാർ സംഭവിച്ചാൽ ശബ്ദങ്ങൾ ഒരുപക്ഷെ നമുക്ക് കേൾക്കാനാകും, എന്നാൽ അവ എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടും. ഈ അവസ്ഥയ്ക്ക് സെൻട്രൽ ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി കേൾവിയുമായി ഏറ്റവും ചേർന്നിരിക്കുന്ന വെസ്റ്റിബുലാർ സിസ്റ്റത്തിനാണ് തകരാർ സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്നതിനും തലചുറ്റൽ, മങ്ങിയ കാഴ്ച എന്നിങ്ങനെ പല ലക്ഷണങ്ങൾ ഉളവാക്കും. കാഴ്ചയിൽ നമ്മുടെ ശരീരത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണെങ്കിലും കാതുകൾ എന്ന ഈ അവയവം കൈകാര്യം ചെയ്യുന്ന സങ്കീർണമായ പ്രവർത്തനങ്ങൾ ഒരു ജീവിതകാലം മുഴുവൻ വിവരിച്ചാലും അവസാനിക്കില്ല. ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കുണ്ടാകുന്ന രോഗങ്ങളും അവയ്ക്ക് സ്വീകരിക്കുന്ന മരുന്നുകളും കുഞ്ഞിൻ്റെ കേൾവിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ജന്മനാ ഉള്ള കേൾവിക്കുറവ് ഏറ്റവും നേരത്തെ തിരിച്ചറിയാനും അവയ്ക്ക് ചികിത്സ നൽകാനുമായി 1969 രൂപം കൊണ്ട ജോയിന്റ് കമ്മിറ്റി ഓൺ ഇൻഫന്റ് ഹിയറിംഗ് JCIH നിർദ്ദേശിക്കുന്ന യൂണിവേഴ്സൽ ന്യൂബോൺ ഹിയറിംഗ് സ്ക്രീനിംഗ് എന്ന പദ്ധതി മൂലം സാധ്യമാകുന്നു. ഈ പദ്ധതി പ്രകാരം ലോകമെമ്പാടും ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ജനന സമയത്ത് തന്നെ കേൾവി പരിശോധനയ്ക്ക് വിധേയരാകണം. JCIH മുൻപോട്ട് വെച്ച 136 റൂൾ കുട്ടികളിലുള്ള കേൾവി പരിശോധനയുടെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഈ നിർദ്ദേശങ്ങൾ പ്രകാരം എല്ലാ ശിശുക്കളും 1 മാസം പ്രായമാകുന്നതിന് മുൻപ് തന്നെ ശ്രവണ പരിശോധനയ്ക്ക് വിധേയരാക്കണം. പ്രാരംഭ ജനന സ്ക്രീനിങ്ങിലും പിന്നീടുള്ള റീസ്ക്രീനിങ്ങിലും അധിക പരിശോധന ആവശ്യമെന്ന് നിർദ്ദേശിക്കപ്പെട്ടാൽ കുഞ്ഞിന് 3 മാസം പ്രായമാകുന്നതിന് മുൻപ് കുഞ്ഞിൻ്റെ ശ്രവണ നില സ്ഥിരീകരിക്കാനായി സമഗ്രമായ ഓഡിയോളജിക്കൽ ഇവാലുവേഷന് വിധേയരാക്കണം. ശ്രവണ നഷ്ടം സ്ഥിരീകരിക്കപ്പെട്ടാൽ ശിശുക്കളിൽ 6 മാസം പ്രായമാകുന്നതിന് മുൻപ് തന്നെ ശ്രവണ സഹായി ഘടിപ്പിക്കുകയും മറ്റ് ഏർലി ഇൻ്റർവെൻഷൻ സേവനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം. സൗജന്യമായി ലഭിച്ച ഈ ദാനത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ കേൾവിയെ സംരക്ഷിക്കാനായി വളരെ അത്യാവശ്യമായ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉച്ചത്തിലുള്ള ശബ്ദങ്ങളുള്ള സ്ഥലത്തായിരിക്കുമ്പോഴും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും കേൾവി സംരക്ഷണത്തിന് സഹായിക്കുന്ന ഇയർ പ്ലഗുകൾ ഉപയോഗിക്കാം. സാധിക്കുമെങ്കിൽ ശബ്ദ നിയന്ത്രണങ്ങളുടെ പരിധിക്കപ്പുറം ഉച്ചയുള്ള സ്ഥലങ്ങളും പ്രവർത്തനങ്ങളും ഒഴിവാക്കുക. ഒരു സമയം 1 മണിക്കൂറിൽ കൂടുതൽ ഇയർഫോണുകളോ ഹെഡ്ഫോണുകളോ ഉപയോഗിക്കാതിരിക്കുക. അധിക സമയം ഇവ ഉപയോഗിക്കേണ്ടതായി വരുമ്പോൾ ഓരോ മണിക്കൂറിലും കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും ഇടവേള എടുക്കുക.
ചെവി വൃത്തിയാക്കാനായി ഉപയോഗിക്കുന്ന കോട്ടൺ ബഡുകൾ അല്ലെങ്കിൽ ഇയർ ബഡുകൾ ഒഴിവാക്കുക. ചെവിക്ക് കേടുപാടുകൾ വരുത്തുന്നത് കൂടാതെ നാം അറിയാതെ ചെവിക്കുള്ളിലെ ഇയർ വാക്സ് ഉള്ളിലേക്ക് കൂടുതൽ തള്ളാൻ സാധ്യതയുണ്ട്. അമിതമായ ഇയർ വാക്സ് ഉള്ളപ്പോൾ ഒരു ENT ഡോക്ടറുടെയോ ഓഡിയോളജിസ്റ്റിൻ്റെയോ സഹായം തേടുന്നതാണ് ഏറ്റവും നല്ല പരിഹാരം. അവസാനമായി നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ചെവി വേദന, തലകറക്കം, കേൾവി സംബന്ധമായ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നിങ്ങളുടെ ലക്ഷണങ്ങൾ ഗൂഗിൾ ചെയ്ത് സ്വയം ചികിത്സിക്കാതിരിക്കുക. ഒരു ENT ഡോക്ടറുടെയോ ഓഡിയോളജിസ്റ്റിൻ്റെയോ സഹായം തേടുന്നതാണ് എപ്പോഴും നല്ലത്. കേൾവിക്കുറവ് നമ്മുടെ ജീവിതത്തെ പരിമിതപ്പെടുത്താൻ അനുവദിക്കരുത്.